ഹലോ, എന്നത്തെ പോലെ ഞാൻ എൻ്റെ ചോറ് അടുപ്പത്തിട്ടു, അരി അടുപ്പത്തിട്ടു കേട്ടോ. തീ കത്തിച്ച് അരി അടുപ്പത്തിട്ടു. ഇതേ സാരം കണ്ട ഞാൻ മുട്ടത്തോട് ഉണങ്ങാൻ വെച്ചിരിക്കുക. എന്നും മുട്ടയുടെ തോട് കൊണ്ട് അടുപ്പിലിട്ട് കത്തിക്കുക ചെയ്യുക. ഇനി കുറച്ച് ദിവസം സേവ് ചെയ്യാന്ന് വിചാരിച്ചത് പൊടിച്ച് ചെടിക്ക് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്കിത് ചിക്കനും ഞാനൊരു വെളൂരി മീൻ മേടിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് കറി വയ്ക്കാൻ പോകണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഗോതമ്പ് പുട്ട് നനയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, സ്പൂൺ കൊണ്ട് വെള്ളം ഒഴിച്ച് അതാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ചോറിട്ടിട്ട് നമ്മൾ വെറുതെ ഒന്ന് ബാക്ക് തിരിക്കുക. മിക്സി സാധാരണ തിരിക്കണോടത്തേക്ക് അല്ലാണ്ട് ഏറ്റവും ആദ്യത്തെ ബട്ടൺ തിരിച്ച് കഴിഞ്ഞാൽ നിർത്തി അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് ഈ സാധനം കിട്ടും കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗോതമ്പ് പുട്ടും മുതിരക്കറി. മുതിര ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടിൽ തേങ്ങ ചരക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുതിര ഉള്ളി കാച്ചി വയ്ക്കുക കേട്ടോ. മുതിരും ഗോതമ്പ് പുട്ടും. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. മുരിഞ്ഞ് വരട്ടെ. അത് നമുക്ക് മുളക് പൊടിയിട്ട് വേപ്പിലിട്ട് നമുക്കത് മുതിരയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പുട്ടിൻ്റെ വെള്ളം ആവി വന്നിട്ടുണ്ട്. അതൊന്ന് ഞാൻ പുട്ട് വയ്ക്കിട്ടോ. ഞാൻ മുതിരയിലേക്ക് നമുക്ക് വേപ്പില പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. വേപ്പില വലിയ ചെടി നിന്ന് പൊട്ടിക്കാൻ എനിക്ക് കയ്യെത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതുമിക്ക് 2 കതിരല്ല വേണ്ടത്. ജോസേട്ടനും വരുമ്പോൾ വേപ്പില പൊട്ടിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വേപ്പ് കണ്ടമാനുണ്ടല്ലോ, ഞാൻ പറയാറുണ്ടല്ലോ കേട്ടോ. അതിലേക്ക് ഞാൻ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. മുതിരയിലുണ്ടല്ലോ മറ്റേ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിറക്കണം കേട്ടോ. അത് കാരണം ഇതിന് ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല. മുതിരയൊക്കെ നമുക്ക് ഇടയ്ക്ക് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ കാലത്ത് തനിക്ക് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ മുതിരയും പയറൊക്കെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. നമ്മുടെ ഈ അടുപ്പ് ഭയങ്കര ചെറുതായി കത്തണ കാരണേ വലിയ അടുപ്പിൽ ഇത്തിരി ചായ തിളച്ച് പോയി. ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്തു. ഇനി അത് തന്നെ ശരിയായി വരണം. അതേ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ കത്തണുള്ളൂ. ലിജാണി ഇപ്പോൾ വരും നമ്മുടെ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും പുട്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. പുട്ട് നമ്മുടെ ആവി വന്നേ കണ്ട, ആവി വരണു. പുട്ട് സെറ്റ്. ഈ പുട്ട് കുറ്റി മേടിച്ച അവസരത്തിൽ ഇത് കണ്ട ഞാൻ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. പുതിയത് മേടിച്ചിട്ട് ഞാൻ ഇതിൽ പുട്ട് വെച്ചിട്ട് ബാക്കിൽ അവിടെ പോയിരുന്നു. അവിടെ ചവിട്ടുമ്പോൾ ചായയും കൊണ്ട് പുട്ട് എന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റ് വരുമ്പോൾ ഞാൻ എൻ്റെ മക്കളായിട്ട് വരുമ്പോൾ ഈ സാധനമൊക്കെ നാശമായി പോയി ഗൈസ്. പുതിയ പുട്ടും കുറ്റിയായിരുന്നു. നല്ല മണം വരുന്നുണ്ട് ആ പുട്ടിൻ്റെ. അപ്പോൾ നമ്മുടെ മുതിര കാച്ചി ഞാൻ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ മുതിര പുട്ടും മുതിരയുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പൂച്ചകൾക്ക് കുറച്ച് ചാള വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ചാള വാങ്ങിക്കാൻ പോയി. അവരൊന്ന് കിട്ടി. അവർ സമ്പുഷ്ടരായി തീറ്റി കഴിഞ്ഞു. ഒന്നിന് പകരം 2 എണ്ണമൊക്കെ തിന്നണത്. അവനെ ഭാഗ്യമുണ്ട്. ഇവൾക്ക് ഇട്ടുകൊടുത്തത് നോക്കാം. അവൾക്ക് നേരില്ല. എന്താ നീ എത്ര ദിവസം എവിടെയായിരുന്നു? കുറുമ്പ കണ്ടോ? ചെക്കൻ ലോകം തെറ്റിയിട്ട് വരും. ഇടയ്ക്ക് എന്നിട്ട് അവിടെ ഇവിടെ വന്ന് മൂത്രം ഒഴിച്ചിടും. ഇപ്പോഴത്തെ അങ്കാണ് അവൻ്റെ അത്. ഉണ്ടക്കണ്ണിക്ക് അപ്പോൾ കണ്ടില്ല 2 മീറ്റ് കൊടുത്തത്. അങ്ങനെ എല്ലാവർക്കും ഓരോ മീൻ. ഇനി ഇന്നലെ ഇവിടെ കോഴിയുടെ ഹോളിൽ ഇത് കഴിഞ്ഞതിൻ്റെ കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കട്ടെ ഞങ്ങൾക്ക്. കണ്ട ജോസേട്ടൻ്റെ വകയെ. ജോസേട്ടൻ ഇന്നലെ മീനൊന്നും വാങ്ങിച്ചില്ല ഇവർക്ക്. അപ്പോൾ ജോസേട്ടൻ ഇവനെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായി വലിയ കടനെ വേണ്ടിയിട്ട് എന്താ തിന്നറ അവരെ കോപ്പ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. നിറ അതേ ആവി പറക്കുന്ന നമ്മുടെ പുട്ട് സെറ്റ് ഇട്ടാ. ഗോതമ്പ് പുട്ട് അടിപൊളി ആവി പറക്കുന്നു. കുറേ നാളായി ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാറ്. നമ്മൾ അരിപുട്ട് തന്നെ ഉണ്ടാക്കാറ്. അടിപൊളി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ചോറിട്ടിട്ട് മിക്സി ഏറ്റവും അറ്റത്തെ ബട്ടല് നമ്മൾ ബാക്കിലേക്ക് തിരിക്കുന്ന ബട്ടല് അത് തിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് കട്ടയില്ലാണ്ട് സ്മൂത്തായിട്ട് അരിയിലെ പുട്ട് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കേ, അപ്പോൾ അന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ ആവി പറക്കുന്ന ചായയും പുട്ടും കേട്ടോ. ഞാൻ ഈ ജോസേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു പച്ചമാങ്ങ നല്ല മാങ്ങ മേടിച്ചോളൂ. എനിക്ക് ഈ മീനിലേക്ക് ആകെ ഒരു മാങ്ങ വേണ്ടു കേട്ടോ. ഞാനപ്പോൾ ഈ മാങ്ങ ഫുള്ള് തൊലി ചെത്തിയിട്ട് നമ്മൾ ഇത് അരിഞ്ഞ് നമുക്ക് സാധാരണ പോലെ നമ്മൾ തൊലി കളഞ്ഞ്
ഒരു പീസുകളാക്കി നമ്മൾ കറിയിലിടുന്ന പോലത്തെ പീസുകളാക്കിയിട്ട് ഒരു ചെപ്പിലാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കറിയിലേക്ക് ഇടുക. എനിക്ക് ഇതിൻ്റെ ആകെ ഒരു മാങ്ങയാണ്. അപ്പോൾ മാങ്ങയുള്ള കാലം വരുമ്പോൾ നമ്മൾ മാങ്ങ വേസ്റ്റ് ആക്കാതെ ഒക്കെ തൊലിയാക്കി, പൊടിയുള്ള മാങ്ങ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒക്കെ തൊലിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വർഷത്തിലായാലും മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കാൻ പറ്റൂട്ടാ. അങ്ങനെ അതുപോലെ തന്നെ കുറേ ഇരുമ്പുളിയുള്ള വീടുകൾ ഉണ്ടാവാറുണ്ട്. ഇരുമ്പുളി ഉണ്ടാകുമ്പോൾ എനിക്ക് ഇവിടെ ഇരുമ്പുളി ഉള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച മുറിച്ച്, വേറെ ഒന്നുമല്ല, വീടിൻ്റെ സൈഡിലായിട്ട് നിന്നത് ചുമരൊക്കെ നാശമായപ്പോൾ ഞാനത് പണിക്കാരനെ വെച്ച് ഞാൻ പൂർത്തിച്ചതാണ്. ജോസരം വരച്ചെന്ന് പറഞ്ഞ് ജോസരം ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും വീട് വൃത്തിയാക്കണം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ചുമരുമ്പോൾ നമുക്ക് കോട്ടയം വെച്ചിട്ട് ഞാനത് മുറിച്ച് 2 എണ്ണം ഉണ്ടായിരുന്നു. 2 കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് മുറിച്ച് കഴിഞ്ഞ് ഭയങ്കര തടി വന്നു ഇരുമ്പുളിയത്. അവിടെ സ്ഥലവും ഇല്ലേ, കുഞ്ഞവിടെ ചില. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇരുമ്പുളി കുറേ ഉള്ളത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ഇരുമ്പുളി ഞങ്ങൾ ഒന്നും കളയില്ല ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ എൻ്റെ കുഞ്ഞേച്ചി നമ്മുടെ കുഞ്ചി ഉണ്ടല്ലോ, അവൾ ഞാനും കൂടിയിട്ട് ഇത് അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കും. കനൽക്കേ ഉണക്കി കുപ്പിയിലാക്കി വയ്ക്കും. അപ്പം എന്താണെന്നറിയോ, മഴക്കാലത്ത് നമുക്ക് മീനൊക്കെ വയ്ക്കുമ്പോൾ ആ സാധനം ഉണ്ടല്ലോ വേറൊരു ടേസ്റ്റാട്ടോ. നിങ്ങളതൊക്കെ ചെയ്തു നോക്കിയാൽ ഒരു സാധനം പാഴാക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാം. നമുക്ക് ചാണകപ്പൊടി എടുത്ത് വയ്ക്കുന്ന പോലെ തന്നെ ഇരുമ്പുളിയും മാങ്ങ ആയാലും എടുത്ത് വയ്ക്കാൻ പറ്റുന്നു. മാങ്ങ ഇപ്പോൾ നമ്മൾ നല്ല മാങ്ങ പച്ചക്ക് വാങ്ങിച്ചിട്ട് തൊലി ചെത്തി കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ കയറ്റുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ മാങ്ങ ഇരുമ്പുളിയൊക്കെ ഉണ്ടാവും. കുടപ്പുളി പോലെ തന്നെ, കുടപ്പുളി ചണപ്പുളി ഇരിക്കുന്ന പോലെ തന്നെ മാങ്ങ ഇരുമ്പുളി ഒക്കെ ഇരിക്കുന്നത് ഞാൻ പറയാം കേട്ടോ. അപ്പം ഞാനിത് തൊലി ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. ഞാനതൊന്ന് കഷ്ണമാക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഇറച്ചിയൊക്കെ 250 ഗ്രാം ആക്കിയിട്ടോ. നോക്കിയ മാങ്ങ ഇങ്ങനെ നമ്മൾ തൊലിച്ചെത്തി നമ്മൾ ചെപ്പിലാക്കി ഇങ്ങനെ വെച്ചാൽ കുറേ കാലം ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ആവശ്യം വരുമെന്ന് വെച്ചാൽ അപ്പോൾ എടുത്താൽ മതി. അത് ഫ്രീസറിൽ വെക്കണം കേട്ടോ. അപ്പോൾ കേടാവാതെ ഇരിക്കും സാധനം. അടിപൊളി സംഭവമാണ്. മാങ്ങ നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ തേങ്ങ അരച്ച് വെക്കാറുണ്ട് കേട്ടോ. തേങ്ങ അരച്ചിട്ട് ചരുവിയിട്ട് ചെറിയൊരു മിസ്റ്റേക്കിൽ വരുന്നുണ്ട്. തേങ്ങ ചരുവിയിട്ട് വേണം വെക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ തന്നെ വെച്ചാൽ നമുക്ക് അതിന് കുറച്ച് എടുക്കാം. ഒരു സഞ്ചാരമൊക്കെ ഒരുമിച്ച് ചരുകി വെച്ചാൽ നമുക്കൊരു 3-4 ദിവസത്തേക്കുള്ളതായി. എനിക്കാണെങ്കിൽ എന്നും തേങ്ങ വേണം ഓരോന്നും ഉണ്ടാക്കുന്ന കാരണം. അപ്പം ഞാൻ ഇനി ഇത് മീൻ സെറ്റാക്കട്ടെ കേട്ടോ. എനിക്കുള്ള നാളികേരമൊക്കെ ചിരവട്ടെ. ഓക്കെ, പിന്നീട് ഞാൻ ലിജോൻ്റെ ചിക്കൻ കഴുകി വെച്ച് തീർത്തിട്ട് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിൽ ഇടണം. അതിലേക്ക് ഞാൻ തൈര്, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, സബോള, ഒരു ചെറിയ കഷ്ണം സബോള ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, ഉപ്പ്, വെളിച്ചെണ്ണ, വേപ്പിലേക്ക് ഇട്ട് മല്ലിയിലേക്ക് ഇട്ടു നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇറച്ചി അതിലിട്ട് നന്നായി മിക്സാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. അതിന് ശേഷം ഞാൻ മീനിലേക്ക് വേണ്ട ഇഞ്ചി, സബോള, പച്ചമുളകൊക്കെ തൊലി കളഞ്ഞ് തൊപ്പയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട് സബോള ചുവന്നുള്ളി കുറച്ച് എടുത്തു. അത് കൂടിയിട്ട് ഞാൻ പാത്രത്തിലിട്ട് വെച്ചു കിട്ടാം. അത് ഞാൻ അവിടെ നിന്ന് മൺചട്ടി എടുത്ത് കൊണ്ടുവന്ന് മീൻ കറി വയ്ക്കാനുള്ളത് അതിലേക്ക് അതൊക്കെ അരിഞ്ഞിടണം കേട്ടോ ചെയ്യണത്. അത് അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ മീൻ നന്നാക്കിയ മീനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ മീൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കഴുകിയിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളം നനയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ജോസേട്ടന് അവിടെ കഞ്ഞിക്കുടി അരിയുണ്ടിട്ട് പൂച്ചകൾക്കൊക്കെ വയറ് നിറഞ്ഞിട്ട് മീനും ഇറച്ചിയിലൊക്കെ കിട്ടിയപ്പോൾ വയറ് ഫിറ്റായിട്ട് അവരിരിക്കണം. അപ്പോൾ ആ മീൻ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുളകും മഞ്ഞളും ഉപ്പ് മാത്രം കൂട്ടി തിരുമ്പിയിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതും ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിടുക. ചട്ടിയിൽ ഞാൻ മാങ്ങ സെറ്റാക്കി വെച്ചിട്ട് അതെടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഒരു 8 വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് തൊണ്ട വരണ്ടടിങ്ങി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു തട്ടെടുത്ത് കൊടുന്ന് മൂടാനായിട്ട് അത് കഴുകി കൊടുന്ന് മൂടാൻ വെച്ചു കിട്ടും. മൂടി ചെറിയ തീയിൽ വെച്ച് മൂടിയിടുക. അപ്പോൾ അപ്പുറത്ത് ചെന്നപ്പോൾ അപ്പൻ്റെ കിണ്ണങ്ങളും ജോസാനൊക്കെ കഞ്ഞി കുടിച്ചിട്ടുണ്ട്. അത് എടുത്ത് കൊടുന്ന് കഴുകി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മേശയൊക്കെ തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞിട്ട് പാതിമുറത്തിൻ്റെ ഓരോ ഭാഗമൊക്കെ തുടച്ചിട്ട് കുഞ്ഞ് പാതിമുറണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നാളികേരം എടുത്ത് വെട്ടി അതിൻ്റെ വെള്ളം എടുത്ത് കുടിച്ച് അപ്പോഴേക്കും ജോസേട്ടൻ വേപ്പില എനിക്ക് പൊട്ടിച്ച് കൊടുന്നു തന്നു കേട്ടോ. വേപ്പില കഴിഞ്ഞിരിക്കില്ല. തേങ്ങ മീനിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാൻ തേങ്ങ ചിരകിയിട്ട് അരച്ച് സെറ്റാക്കട്ടെ കേട്ടോ. ഇതിൽ മാങ്ങ, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം സബോള, ഇഞ്ചി, വേപ്പില ഇട്ടിട്ടില്ല, വേപ്പില ഇടണം ഒക്കെ കൂടി കൂട്ടി തിരുമ്പിയിട്ടുണ്ട്. വേപ്പില ജോസനം പൊട്ടിച്ച് കൊടുന്നാന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സെറ്റാക്കണം. ഇതൊന്ന് ആവി വരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഈ തേങ്ങ അരയ്ക്കുമ്പോഴല്ലോ ആദ്യം നമ്മൾ ജാറിൽ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ജാറിലിട്ട് ഈ നന്നായിട്ട് നമ്മൾ വെണ്ണ പോലെ ഈ നാളികേരം എല്ലാം അരച്ചിടുക കേട്ടോ. ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലേശം പാല് തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നല്ല ഇത് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക. അധികം വെള്ളം ഒഴിക്കാണ്ട് എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. കണ്ട നമുക്ക് ഈ ഇത് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ഇതിന് കുറച്ച് പിഴിയല്ല, ആദ്യം നമുക്കിത് പാത്രത്തിലേക്ക് അടിയിൽ പാത്രം വെച്ചിട്ട് ആ പാല് നമുക്ക് അതിലുള്ളത് കുറച്ച് പിഴിഞ്ഞെടുക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ കറി വെന്ത് കഴിയില്ല, അപ്പോൾ അതിൻ്റെ മുകളിലൊരു ശകലം ചാറ് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ മീൻ കറിയൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്നതും രസകരം വരുത്തുന്നതും. നമ്മൾ തേങ്ങ അരച്ച് വീറ്റും ചെയ്യാം. നമുക്ക് തേങ്ങ അരച്ച് വീറ്റിയാൽ നമുക്ക് ചാറ് കട്ടിയായിട്ട് കിട്ടും അല്ലേ. അങ്ങനെ ഞാനതിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് അത് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തു. ഇനി നമുക്കിതിൽ കിട്ടാവുന്ന പീര പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അതേ കിട്ടാവുന്ന പീര ഞാൻ അതിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ജാറിലേക്ക് ആവശ്യത്തിന് ഈ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മീൻ കറിയിൽ ഞാൻ കുറച്ച് മീനിന് മിളക് തെമ്മീൻ അത് കഴിച്ച് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക. എരിവ് അധികം ഒരു സംഭവം എന്നാലും ഞാൻ ഒരു ചെറിയ സ്പൂൺ ഉണ്ട്, 2 സ്പൂൺ ഇട്ടുണ്ട്, അധികമാവോ എന്തോ. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി വെണ്ണപ്പാൽ അരച്ചെടുക്കാം. ഞാൻ ഇത് നന്നായി അരച്ചെടുക്കട്ടെ കേട്ടോ. നമ്മൾ നന്നായി വെണ്ണ പോലെ അരച്ചാൽ നമ്മുടെ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും, നല്ല ഇതായിട്ട് കിട്ടും. നന്നായിട്ട് വെണ്ണ പോലെ അരയ്ക്കണം, എന്നാലും നമ്മൾ കറികളൊക്കെ രസം വരും. ചില മിക്സിയിലെ ജാറുകൾ വെണ്ണ പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ വെന്ത് വരുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ചൂടായി അതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്, അത് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി അറിയാമെന്ന് തോന്നുന്നുണ്ട്. ചൂടായി ഈ മിക്സി, അപ്പോൾ ഞാൻ വേഗം നിർത്തിയത്. ചൂടായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും തേങ്ങയുടെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ മൂർച്ച പോണെങ്കിൽ അതിൽ കല്ലുപ്പോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഗുളിയുടെ തകിടുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് പിന്നെ മുട്ടത്തോട് അതൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡൊക്കെ നന്നായി മൂർച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ അങ്ങനെ അടിക്കുക ചെയ്യാറുണ്ട്. മൂർച്ച കുറയുന്നു കാണുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ തേങ്ങ കെട്ടി പോയാണെങ്കിൽ ഭാഗ്യമില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ആ തേങ്ങ പല്ല് അങ്ങനെ അടിപൊളി. ഇത് നന്നായി വേവിട്ടെ. തേങ്ങ അരച്ചത് നന്നായി വേണം. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. ഞാൻ ഇതൊന്ന് ഇറക്കി മിക്സാക്കി എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് കേട്ടോ. നന്നായി തിളക്കട്ടെ കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് മീനിടും. മൂടിയില്ല അപ്പോഴേ രസമാണ്. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ പുതിയ നമ്മുടെ മീൻ കറി ചാറ് അടിപൊളിയായിട്ട് തിളച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മീൻ വേവട്ടെ. മാങ്ങയൊക്കെ എന്താ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീൻ പതുക്കെ വിടുന്നത് പോലെ വേവട്ടെ കേട്ടോ. വേളൂരി മീൻ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനത്, വേളൂരി മീൻ. അങ്ങനെയൊക്കെ ഓരോ മീനുണ്ട് എൻ്റെ അമ്മയ്ക്ക്, അങ്ങനെയുണ്ട് ഓരോ കാര്യം. പിന്നെ അമ്മയും ഇങ്ങനെ കുറച്ച് ചാറ് വേണ്ടവർക്ക്, കണ്ടമാനം കറി കഴിക്കുന്ന ആൾക്കാരല്ല, കുറച്ചേ വേണ്ടു. അതാണ് വേവട്ടം നന്നായിട്ടിട്ട ഒന്ന് വലുതാക്കി വയ്ക്കുന്നത്. ഇത് നേരം ചെറുതായിട്ട് വെച്ചാൽ ഒന്ന് ചൂടാവട്ടെ. അത് മാങ്ങ കാരണം നന്നായി വരുന്നത്. നമ്മൾ ഏത് കറിക്കും വേവാൻ ഇത്തിരി സമയം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ചാറ് സൂപ്പറായി തിളച്ചു. മീൻ നന്നായി തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ.
വെളൂരി മീൻ നമ്മുടെ നമ്മൾ വീടിൻ്റെ വില പറഞ്ഞേക്കാൾ ഇത്തിരി വ്യത്യാസമുണ്ട്. കുറേ നാളെത്താത്ത മീനാന്ന് തോന്നുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി കറി വെന്തറി കാച്ചിയും പറയുക കൂട്ടാൻ്റെ ടേസ്റ്റ് അല്ലേ. അങ്ങനെ കേട്ടോ. നമുക്കിത് ഉള്ളി കാച്ചണ കാര്യം നോക്കാം കേട്ടോ. സെറ്റായിട്ടുണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം. കുറേ കാലമായി വെളൂരി കൂട്ടിയിട്ട്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിന് ആ ഗ്രൂപ്പിൽ കാണുമ്പോൾ നല്ല മീനൊക്കെ മേടിക്കുന്നു. ഇതിൽ പോണ മീനൊക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് ഇതാ വരണം. മീൻ കാണുമ്പോൾ നല്ല മീനാണ്, പക്ഷേ ടേസ്റ്റ് വരുന്നില്ല കേട്ടോ. ചാളയ്ക്ക് എന്താ മീനില്ല അത് അങ്ങനെ. ഓക്കെ, അപ്പോൾ അതേ മീൻ കറി ഇറക്കിയതിന് ശേഷം ഞാൻ തൻപാൽ വെച്ച് ഇത് മണ്ണ് ചട്ടിയായ കാരണം ഇറക്കി വെച്ചിട്ടായാലും തേങ്ങാപ്പാൽ നന്നായി ചൂടായുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ആയിട്ട് നമ്മുടെ കറി. ചട്ടിക്ക് ഒരു തളയുണ്ട്, നല്ല ചൂടായി കിട്ടുമ്പോൾ ചെറുതായി തിളയ്ക്കണുണ്ട്. ഇവിടെ കണ്ട തിളയ്ക്കണം കണ്ട. അപ്പോൾ അങ്ങനെ ചൂടായുള്ളൂ, അല്ലെങ്കിൽ തൻപാൽ പിരിയും. അത് കാരണം കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ചട്ടിക്ക് നല്ല ചൂടുള്ള കാരണം ഞാനത് അങ്ങനെ വെച്ച് തിളയ്ക്കണുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഉള്ളി കാച്ചാനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചാരം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ കേട്ടോ. കറി വെക്കുമ്പോൾ നമ്മൾ ശകലം കൂടുതൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാലും അതിന് ടേസ്റ്റ് വരുള്ളൂ നോക്കി തോന്നാം. ഞാൻ ഒഴിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മുടെ ഉള്ളി മരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് 2 കരി വേപ്പിലിട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഈ ഓഫ് ചെയ്യാൻ മതി. ഈ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കും. അതിന് ശേഷം അത് മരിഞ്ഞതിന് ശേഷം ഓക്കെ ഡൺ. മീൻ കറി സെറ്റ്. ഇനി ഒന്ന് ചൂടാട്ടോ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീൻ കറി ആയിട്ടിട്ട് അതിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നലെ പുഴുങ്ങിയിൽ 2 കഷ്ണം കൊള്ളിയിട്ട് ഇട്ടാൽ ഞാൻ അതൊന്ന് വെറുതെ വറുത്തോക്കട്ടെ ശരിയാവുമെന്ന് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ബാക്കി തന്നു. ആ കൊള്ളി ഞാൻ ഒന്ന് അരിഞ്ഞ് വറുത്ത് നോക്കട്ടെ കേട്ടോ. നല്ല കൊള്ളിയാണേ. അപ്പം ഇന്നത്തെ ചേലത്തേക്ക് നമുക്ക് ചോറ്, ചൂടുവെള്ളം, മീൻ കറി, മുതിരക്കറി ഇട്ടാ. ഇത് നമ്മുടെ കൊള്ളി വറക്കാൻ വെച്ചതാണ്. ഓക്കെ, പിന്നെ ലിജോൻ്റെ ചിക്കൻ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അത് അവനെ മാത്രമുള്ളതാണ്. കാരണം പിന്നെ നമുക്കത് കാണിക്കേണ്ടത് ജിമ്മിൻ്റെ ആൾക്കുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഭക്ഷണം കഴിക്കുക, ശകരം നേരം വിശ്രമിക്കുക നമ്മൾ കുറച്ച് സമയം. അപ്പോൾ നമുക്ക് ശരീരത്തിനൊരു സുഖം കിട്ടും. പിന്നെ പറ്റണ പണികളൊക്കെ ചെയ്ത് നമ്മൾ സെറ്റായിരിക്കുക കേട്ടോ. ഓക്കെ, അതേ ഞാൻ ഈ കൊള്ളിയൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. അതിനുള്ള വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൊള്ളിയൊന്ന് വറുത്തെടുക്കുക. 2 കഷ്ണമേ ഉള്ളൂ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ കഴിഞ്ഞല്ലേ എന്നെ ചോത്തല ചീത്ത പറയും. അപ്പോൾ ഞാൻ ആ കൊള്ളി ഇനി ചീത്തയാക്കി കളയണ്ടല്ലോ, നമുക്ക് വറുത്ത് കഴിക്കാം. അങ്ങനെ നമ്മൾ സാധനങ്ങൾ ഇപ്പോൾ വേസ്റ്റാക്കി കളയണ്ട. നല്ല കൊള്ളിയാണ്. അപ്പോൾ ഞാൻ 2 കഷ്ണം വറക്കട്ടെ. 4 മണിക്ക് വർദ്ധിക്കുമ്പോൾ നമുക്ക് കഴിച്ചാലോ. ഓ സൂപ്പർ. കുറച്ചിട്ട് വെളിച്ചെണ്ണ കുറവായിരുന്നു. കുറച്ചിട്ട് പറയാൻ മതി. നന്നായി അടിപൊളി കഴിച്ചില്ലേ. അധികങ്ങളല്ലേ മൊരിയ പോളയ്ക്കാണ്ടി വരും. നന്നായി വന്നിട്ടുള്ള കാരണം നല്ല ടേസ്റ്റ്. വറമുറ കടിക്കാൻ മാത്രം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് മറക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചെറിയ വീഡിയോ കാണുക, എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെൻ്റെ കൂടെ വായോട്ടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക. എല്ലാവരും നമുക്ക് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് അതിനെ പറയാനുള്ളൂ. നമുക്ക് നമ്മുടെ അകത്തുനിന്ന് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ചെറിയ ജോലികൾ ചെയ്ത് നമ്മുടെ ശരീരം നാശമാക്കാൻ നോക്കുക അല്ലേ. വയസ്സാകുമ്പോൾ നമുക്ക് പറ്റുന്ന ചെറിയ ജോലി ചെയ്യണം. അതിനോട് തീരെ ജോലി ചെയ്യാണ്ടിരുന്ന വയ്യാതെ കൂടുള്ളൂ. അതുകാരണം ഞാൻ ആവുന്നതും കിടക്കാതെ നമ്മൾ കുറേ മെഷീൻ അടിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറേ വിട്ടത് ഇരിക്കുന്നുണ്ട്. പോണ കാരണം വിട്ടതൊന്നും തയ്ക്കാൻ പണിയില്ല. അപ്പോൾ കുറേ പഴയ നൈറ്റുകൾ ഇപ്പോൾ അതാ ഇന്നലെ ഇത് ഞാൻ തയ്ച്ചതാണ്. പിന്നെ ഈ കഷവും ബാക്കൊക്കെ വിട്ടിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കുറേ കാലത്ത് ചെയ്തായിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ള നൈറ്റി. അങ്ങനെ കുറേ നൈറ്റുകൾ ഇരിക്കുന്നുണ്ട്. വിട്ടിട്ട് ഇടാണ്ട് എടുത്ത് ചേർക്കണം. കുറേ നൈറ്റി ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ നൈറ്റി പ്രാന്തത്തിയ സാരി അങ്ങനെ എടുക്കില്ല. നൈറ്റി പക്ഷേ ഞാൻ കണ്ടുമാണെങ്കിൽ ഞാൻ കാച്ചു കൊടുത്തെടുക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ കുറേയൊക്കെ തയ്ച്ചു. കിടക്കാൻ കവർ തയ്ച്ചു ഇന്നലെ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ നാളെ നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ്. അപ്പോൾ കുറേ സാധനങ്ങൾ ലിജോൻ്റെ റൂമിൽ സാധനങ്ങളൊക്കെ മാറ്റണമെന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് നിൽക്കണം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ബായ്. എൻ്റെ വീഡിയോ കണ്ടോളട്ടോ.